കുര്യാ. എത്തി വരിക. എത്രാമത്തെ കമ്പാർട്ട്മെൻറ്റാ? ശരി. അതെ പോട്ടെ. അതെ നമ്മളിങ്ങനെ ക്യാമറ ഇങ്ങനെ പല ആംഗിളിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ എടുക്കും. ഇല്ല ഇടുന്നുണ്ടെങ്കിലും മുഖം മറച്ചിട്ടില്ല. അങ്ങനെയല്ല, വണ്ടി റിവ്യൂ എടുക്കാൻ പോണോ? ജസ്റ്റ് ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കാൻ പറഞ്ഞത് അല്ലേ? നീ ഇപ്പോഴേ വെച്ചോ. ഞാനേ എന്തിനാ ഇങ്ങനെ അല്ല എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോടാ വണ്ടി എടുക്കാൻ പോകുന്നതിന്റെ. ഇതിപ്പോ നിങ്ങളെ വീട്ടിന്റെ അടുത്ത് കുതിരയൊക്കെ വരാൻ പോവല്ലേ? പുതിയൊരു വീട് മേടിച്ചില്ല, താടിയൊക്കെ വെച്ചിട്ടുണ്ട്. കുതിര മേടിക്കാൻ പോവാം. ചെറുതാണ് മേടിക്കാൻ വലിയ കുതിരയാണ്. ആഗ്രഹമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവരെന്നാലും അവിടെ അഴിച്ചു വിടണ്ടേ ഇവനെ കുതിര മേടിച്ചാ? നമുക്ക് ഈ കെട്ടിയിട്ട് നമ്മുടെ പട്ടിനമാരി കെട്ടിയിട്ട് വളർത്താൻ പറ്റില്ല. ശരിക്കും ചപ്പോ അതുകൊണ്ട് ചപ്പോ അങ്ങനെ കുതിര കടിച്ചു എന്റെ അനിയനെ കൊടക്കനാലിൽ ഒരു കുറകം ഓട്ടം കൊടുത്തു. കുറകം അവർ മാസം കൊടുത്തു. ഞങ്ങൾ മാലാശത്തിന് കുറകം മാറ്റി പറയുന്നത് ആൾക്കാരെന്ന് പറഞ്ഞു കുറക്കണം ഒരു എത്ര കുത്തി എടുത്ത് പറയും. നമുക്ക് പറ്റുമോ? അയ്യോ ഫുള്ള് ഒരു പെണ്ണ് വന്ന് വാ നമുക്ക് മത്സ്യം അടിക്കാതെ. അല്ല അത് മലത്തി അടിക്കാൻ പറഞ്ഞതാ. അപ്പൊ മലത്തി അടിച്ചാല് ഒന്ന് ഗോതക്കകത്ത് മറ്റേ പെണ്ണ് പെണ്ണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ എടുത്തിരിക്കുന്നത് ഓരോരുത്തരും നീ നോക്കാം ഞാൻ പുറത്തേക്ക് മാറുമെന്ന് റെയിൽവേ സ്റ്റേഷൻ അടുത്താണോ? അല്ല അവിടെ നിന്ന് 20 മിനിറ്റ് വണ്ടി റെക്കോർഡിംഗ് ആണോ? ഓടി നടന്നു ടയർ കയറിയില്ല മറ്റേ. ഞങ്ങൾ കഴിഞ്ഞ വർഷം തെറ്റിയാതെ പോയപ്പോഴത്തേക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയത് എല്ലാവരും ഏറ്റവും ഐഡിയ അങ്ങോട്ട് പോകും. ഇങ്ങോട്ടൊരു മോനെ ഇറങ്ങോട്ടായി സേഫായിട്ട് ലാൻഡ് ചെയ്തോണ്ടായി. നല്ല രസം എല്ലാവരും ഭയങ്കര കൈയടിയായിരുന്നു. അത്ര അങ്ങോട്ടാണ്. അപ്പോൾ അവിടെ എയർ ഹോസ്റ്റ്മാർക്ക് ചില ഈ വേർതിരിവുണ്ട്. കെട്ടകെട്ടവങ്ങളാണ്. ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ സാഹിബ്മാരുണ്ട് ചീച്ച് നമ്മളെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു നല്ലോണം ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു ഞങ്ങൾ നമ്മളുള്ള സെയിം അല്ലേ ഇവരും പൈസ
ഞാനും വന്നിട്ടില്ലേ പോകുന്നത്. അവര് കൊടുത്ത പൈസയല്ല, അവര് വെക്കണമെങ്കിൽ നമ്മൾ വെക്കണമേ. കൈ കാത്തിരിക്കുന്ന നമ്മളെന്ത് ചെയ്യാനല്ലേ? ഇനിയിപ്പോ എങ്ങോട്ടേക്കാ? ഇവന് പ്രാന്താണ് ഈ ചങ്ങ. ഇങ്ങോട്ട് വന്നേ. എനിക്കിപ്പോ ഒന്നും വേണ്ട, എനിക്ക് എന്റെ മനസ്സ് സമ്മതിക്കത്തില്ല. വന്നേ പുരിയ വാടാ, പുരിയ നമുക്ക് പുറത്തറിയാ. പുരിയ പുരിയ ഓടി അതിനൊക്കെ എനിക്ക് ഓട്ട്. ഓ തണുപ്പാണ് എല്ലാവർക്കും. ഒളിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇതെന്നതാ ചേട്ടായി? ഇത് ഒരുമാതിരി പഞ്ചസാര കാണും. എനിക്ക് കാപ്പിപ്പൊടി പഞ്ചസാര കാണും. പഞ്ചസാര നമ്മുടെ സാധാ കാപ്പിപ്പൊടിക്കകത്ത് ഉപ്പല്ലേ? കാരണം അവര് പാക്കറ്റില്ല. അവന്മാർ ഒരു മാസത്തേക്കുള്ള പഞ്ചസാര. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. പഞ്ചസാര ഇല്ല അങ്ങനെ കുടിക്കുന്നത്. ഇച്ചിരി എനിക്കും കൂടി ഇട്ടേ. ഇട്ടോ അട്ടി കെട്ടി അവരെ 4 യൂറോ നമുക്ക് മുതലാണ്. എടുത്തല്ലോ പോരെ. അത് കൊടുക്കും 4-5. ഇടി തട്ട് തട്ട്. പഞ്ചസാര ഇനി വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇട് 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 ഇട്ടോ കുഴപ്പമൊന്നുമില്ല. ആദ്യം വേണ്ട വേണ്ടെന്ന് കോൾഡ് ബ്രൂ കോഫി നോക്കിയത്. അല്ലാതെ പാൽ ഒഴിച്ചിട്ട് തണുത്ത വരും. നല്ല ടേസ്റ്റ്. അത് ലാത്തയായിരുന്നു, അത് മതിയായിരുന്നു. വേറൊരു സെറ്റപ്പ് ഇവിടം വരെ വന്നു. നമ്മുടെ വെള്ളിയാഴ്ച കൈപ്പൊഴി കുടിക്കാൻ കുഴപ്പമില്ല, നമുക്ക് ഇരുന്നിട്ട് കുടിച്ച് നമ്മൾ സങ്കടം രേഖപ്പെടുത്തി പോവാം. ഇവിടുത്തെ ആൾക്കാർ എനിക്ക് വേണ്ടേ ശക്കര ഒഴിച്ചാൽ മതി. ശരിയാ ഒഴിക്കുള്ളൂ ഇവിടുത്തെ ആൾക്കാർ ഒരു പൊട്ടിക്ക്. ആ മതി കൈക്ക് ഇച്ചിരി കുറയും. കുറഞ്ഞാടാ. ചെറിയൊരു വ്യത്യാസം. ചെറിയൊരു വ്യത്യാസം. ഒഴിക്കുക എന്നാണ് ഞാൻ കുറച്ച് മാറിക്കും. ആണോ? ശരിയാ. അതെ നമുക്ക് സങ്കടം സന്തോഷം. അതുകൊണ്ട് പാല് കുറച്ച് അധികം ഒഴിക്കണം. പക്ഷെ നമ്മൾ സാധാ കാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മള് ഓർമ്മയിരിക്കില്ല. ഇത് ജീവകാലം ഒരു ഓർമ്മയിരിക്കും. എന്നോ ഐസ്കൂട്ടി തന്നെ മേടിക്കണം. ജീവിതത്തിൽ മേടിക്കണം ഐസ്കൂട്ടി. ഇനിയിപ്പോ മനസ്സിലായില്ല ഈ സംഭവം ഇതാണ്. ജീവിതത്തിൽ കുടിക്കരുത്. ഞാൻ അപ്പോഴൊക്കെ പറഞ്ഞ മെഷീനൊക്കെ ഉണ്ടാവും, മറ്റേ ഓർഡർ ചെയ്യുന്ന മറ്റേ കോഫി മെഷീൻ ഉണ്ടായിരുന്നു. അതെല്ലാം കുടിച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ പല കളറിൽ ഇതൊക്കെ ഷെയ്ഡ്. ആ ഇവിടെ നോക്കടാ ഷെയ്ഡ് നോക്കിയാ പല പല ഷെയ്ഡ് കൈ കൈയും കാലും കൈ ഉണ്ട്. ആ 3 മനുഷ്യൻ്റെ കൈ ഉണ്ട്. മസില് പറ്റി. ഇന്നലെ നമ്മളെ കാള കണ്ടില്ലേ? ശരിക്കും അതേമാതിരി. 2 അല്ല 3 മണിക്കൂർ കൊടുക്കും. എടുത്ത് 4 മണിക്ക് വണ്ടി കിട്ടും. 4 മണിക്ക് വണ്ടി കിട്ടും. നമ്പർ എന്നിട്ട് പിന്നീട് അതിന്റെ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യണം. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി പെട്രോളൊക്കെ. ശരി കിടന്നോ കിടന്നോ. ഓക്കെ അതെ
Meiser, Arcade, Polda, Beersen. En niet instappen in het laatste rijtuig, het vierde en ഒരിക്കലും അല്ലെ ഒരിക്കലും കളഞ്ഞത് bevinden zich in het derde അല്ല വെറുതെ ഒരു കാപ്പി പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഒരെണ്ണം മേടിച്ചിട്ട് ബാക്കി മേടിച്ചാൽ മതിയാവും കഴിച്ചു വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പറഞ്ഞപ്പോ ഞാൻ ഇതാടാ കുരിയ ഇത് ഈ ഗ്ലാസ് വെച്ചോ കുരിയ ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് ഡീലൈൻ വിളിയാ അവിടെ പോകണം ഒറിജിനലാണോ ഒറിജിനൽ ആണെന്നോ ഒടിഞ്ഞു പോലെ പൈസ തന്നെ ഇല്ലാണ്ടാ നാരങ്ങ അവിടെ പച്ചമുളക് കെട്ടിത്തൂക്കാനാണ് ഈ ചോറുണ്ടായിരുന്നോ ഞങ്ങൾ ഇച്ചിരി കയ്പുന്നേരം കുടിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്രം കുടിച്ചു തീർത്തുള്ളൂ അല്ലേ ഞാൻ പകുതി കുടിച്ചു ഈ പുള്ളി ഒത്തിരി കുടിച്ചില്ല ഇന്ന് വന്നിട്ട് വേറെ വന്നിരിക്കുന്നു അതാണ്ട് അതിന്റെ അവിടെ കോളേജ് ചെന്നിട്ട് അവർക്ക് സ്കൂളിൽ ചെന്നിട്ട് അവർക്കും അറിയില്ല യൂട്യൂബ് ചാനലുണ്ടോ ടൈപ്പി യൂട്യൂബ് ചാനലുണ്ടോ അയ്യോ ഇല്ല 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 സജോവൻ ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ജോലിയൊക്കെ എടുക്കുന്നുണ്ട് ആര് സജോവനോ വീട്ടിൽ കിട്ടുന്നില്ലേ നിങ്ങളെ നിങ്ങളെ അയൽവക്കാണല്ലോ ശരിയാണല്ലോ കുഴപ്പമൊന്നുമില്ല ജോലി ഒരു തമാശക്കാരനാണ് പുള്ളിക്ക് എത്ര ഇതായി ഫോളോവേഴ്സ് എത്രയായി എനിക്കറിയത്തില്ല അവര് മൊത്തം അവന് 4 പേരുണ്ട് പിന്നെ താഴെ ജോവിനും അവരും ഉണ്ട് 5-6 പേര് നമ്മളൊക്കെ പരീക്ഷ നമ്മളൊക്കെ പരീക്ഷിക്കണം വെച്ചോടി നിങ്ങളെ പെണ്ണിന്റെ അങ്ങോട്ട് പോയായിരുന്നു ഞാൻ പറഞ്ഞു വിളിച്ചില്ല പുള്ളി കയ്യേക്കാൻ കൈകൊണ്ട് കാണിച്ചേ സീറ്റ് പോകണം ഈ പുള്ളിയുടെ മോക്ക് കൊണ്ടോണ്ടോ ചോദിച്ചു 5 പേരുണ്ടോ ഈ പുള്ളി വല്ല മതാമരെ കെട്ടി വണ്ടി വിളിച്ചിട്ട് സമ്മാനം കിട്ടൂടാ എല്ലാ ഗ്ലാസോ വൈറ്റുവിനോ ഒക്കെ കിട്ടും എനിക്കറിയില്ല എന്താ തരുമെന്നുള്ളത് എനിക്ക് അടുത്തൊക്കെ ഒന്നും തന്നൊന്നുമില്ല എനിക്കൊന്ന് കിട്ടുന്ന ഒരു വേസ്റ്റ് ബിൻ അല്ല ഏതാണ്ടുണ്ട് എവിടുന്ന് അവരെന്തെങ്കിലുമൊക്കെ ചെറിയ കോംപ്ലിമെന്റ് എന്തെങ്കിലും കാണും ഞങ്ങള് ജീപ്പെടുത്തപ്പോ ഒന്നും തന്നിട്ടില്ല. നീ മറ്റേ കഴിഞ്ഞ ദിവസം പഴയ ജൂതന്മാര് ജർമ്മനിയിൽ നിന്ന് സംഗതി അമ്മാരെല്ലാം തല്ലി കൊന്നച്ച് ഹിറ്റ്ലറിന്റെ അതിവിടെ കൊണ്ട് നടക്കുന്ന സ്ഥലമായിരുന്നു. ഏത് ഈ കാണുന്ന ബിൽഡിംഗിന്റെ നടത്തിനകത്തോട് നോക്കണം. അതിന്റെ ഒരു ട്രെയിൻ കിടപ്പുണ്ട് ഇതിന്റെ അകത്ത് മ്യൂസിയം. ഇതിന്റെ അകത്ത് ആൾക്കാരെ അടക്കിയേക്കുന്നേ 3 പിള്ളേരുടെ ഡാഡിയാ. ബികോമിന് പഠിക്കുന്ന അല്ല മൂത്ത് ഇറക്കാൻ നിങ്ങളെ നറുക്കിരുന്നോണ്ട് ഇങ്ങനെ പറയുന്നത് സൈഡിലായിരുന്നു ഡോറങ്ങ് തുറന്നു റെക്കോർഡിങ് കേട്ടോ. യൂട്യൂബിലുള്ള സജാം ഇതാറാ പുതിയ ഇറങ്ങിയത്. എനിക്ക് വേറൊരു എതിരാളി എന്റെ പടയാളിയെ വെച്ച് വേറൊരു വെൽക്കം ഡ്രീംസ് എനിക്ക് എതിരാളി ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ പടയാളിയെ വെച്ച് സജോവന്റെ പരീക്ഷ ദിവസത്തില് വെച്ച് അത് പറയാൻ പോണ എന്റെ സ്വന്തം കൂട്ടുകാരന്റെ കൂടെ ഇരുന്നാണ്. റേറ്റിംഗ് അവനായിരുന്നു. അവനെയും കൊണ്ട് ഞാൻ പുതിയ ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കുന്നത്. ആൾക്കാർ കൂടി ഛർദിക്കില്ല. ഇതിനകത്ത് ചേർന്നിച്ചോ എന്റെ വണ്ടി ചേർന്നിക്കുന്നല്ലേ കൂട് കൂടി തരാം. ഇങ്ങോട്ട് ഓടിച്ചോ. എടുത്ത് വെച്ചാ ടേസ്റ്റ് കോൾഡ് കോഫി ജവാനൊക്കെ എന്ത് പ്രേതം. എന്നാ പറയാൻ പറയാം. നിങ്ങൾ കുടിച്ചിട്ടില്ലെങ്കിൽ ടേസ്റ്റ് നോക്കിട്ട് കുടിച്ചാൽ മതി. ഒരു കുടം പഞ്ചാര ഞങ്ങൾ എല്ലാവരും കറക്കിട്ട് അവസാനം പാല് തിരക്കി കാപ്പി എന്ന് പറഞ്ഞാൽ പോരായിരുന്നു.
അത് മതി. അതും കുടിക്കാലായിരുന്നു. ഈ പുള്ളി പറഞ്ഞു വാ കുരിയെന്ന് ഈ പുള്ളി ആകെ പറഞ്ഞു ഞാൻ പോവാന്ന് പറയാം, ഞാൻ പിണങ്ങി പോകുന്നു നിർബന്ധിച്ച്. അത് കുടിക്കട്ടതാ ചേട്ടനെ കൊടുത്താൽ ചേട്ടൻ ആരെങ്കിലും കൊടുത്താൽ ഇത് 2 പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ ശീലമാകും. അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കുടിച്ചാൽ മതി. ഇനി പച്ചവെള്ളമായിട്ടോ വരുള്ളൂ. ഇതിലും മുള്ളി പറഞ്ഞ പോലെ കട്ടക്കാപ്പ് വീട്ടിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ആ ഇച്ചിരി 2 ഐസ് അവിടെ നിന്ന് മേടിച്ചാൽ മതിയായിരുന്നു. അല്ലെ മേല് കല ഇത് എന്തോ അടി കിട്ടി, എനിക്ക് 2 ഐസ് തരുമോ ചോദിക്കാം. അവരൊന്നൊരു ഐസ് ബാഗ് എടുത്തു. പൊട്ടിച്ചിട്ട് ഐസ് കൊടുത്താൽ മതി. ചേട്ടൻ ബാഗ് ചേട്ടൻ വെച്ച ഐസ് മതി ഞങ്ങൾക്ക്. അതിനകത്ത് ജെല്ലാന്ന്. ഐസ് അല്ല, അത് ജെല്ല. ഒരു സൈസ് ജെല്ലാ അത്. ഉരുട്ടിരിക്കുന്ന. ആ നമ്മള് ഈ വേഷനൊക്കെ വീണ് കഴിയുമ്പോ ഇങ്ങനെ വെക്കുകയല്ലേ. അതിനകത്ത് ഒരു സൈസ് ജെല്ലാ. എന്തോ ജെല്ല. ഈ പിള്ളേരുടെ ആപ്പിക്കാതിരിക്കാൻ നടന്നു. അത് സെയിം സാധനം. അത് തന്നെ. എത്ര പിള്ളേരാ? 3 പിള്ളേർ. മൂത്താൻ എന്നാ അഭിപ്രായമായി? 8 വയസ്സ്, രണ്ടാമത്തവന് 6 വയസ്സ്, 5 വയസ്സ്. 8, 5 പിന്നെ കൈകുഞ്ഞ്. മാസോ. 2 മാസം മാസമാകുന്നു. ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ വണ്ടി കയറ്റി ഞാൻ ഇറങ്ങണോ? കമ്പിയായിട്ട് ഞാൻ ഇറങ്ങണോ? നീ പറയും, നിങ്ങൾ ആ സൈഡിൽ കൂടെ. ഇത് ചെല്ലു. എന്ത്? അയ്യോ ഇല്ല, ഞാൻ വരുന്നു. അയ്യോ പോലെ ക്യാമറ ഒക്കെ പിടിച്ചു. ഡോറ് തുറന്നേക്കാം. അത് ഞാൻ ഇറങ്ങിയിട്ട് കെട്ടാം. പെണ്ണുങ്ങൾ പ്രൈസറൊക്കെ ഇടുന്നുണ്ട്. അതെ പ്രാ മുറിക്കും. ഞാനും വിചാരിച്ചത് എവിടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ വണ്ടി ഇവിടെ കാണുന്നില്ലല്ലോ. അവിടെ ഇല്ല, അവിടെ വേറെ അകത്തായിരിക്കും. അത് അകത്തപ്പെട്ടിരിക്കുക. അകത്തുനിന്ന് എടുക്കുള്ളൂ. കാരണം പുറത്ത് പൊടി പറ്റില്ല. ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? നാളൊന്നും അല്ലായിരിക്കില്ലല്ലേ? അതുപോലെ ഇനിയും കാപ്പി കുടിക്കേണ്ടി വരും. നാളെ കാപ്പി കുടിക്കേണ്ടി വരും. അല്ല, ഞാൻ പറഞ്ഞില്ലേ പരിചയമുണ്ടെന്ന്. മറ്റേ നമ്മുടെ ഇവന്മാര് ഈ ബുൾജെറ്റിലെ ഒരാളില്ലേ? ആ അതാ ഞാൻ പറഞ്ഞില്ലേ നല്ല പരിചയമുണ്ടെന്ന്. ആ അതെ അതെ അതെ, കട്ടുണ്ട്. അല്ല പുറത്തിറങ്ങിയപ്പോഴാണ് അത് ഒന്ന് നല്ലതുപോലെ ഇതായത്. ചെരുപ്പൂരി കഴിച്ച് കയറണ്ടല്ലോ. താത്തി പിടിക്കാൻ പോകും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എന്ത് വണ്ടീൻ്റെ ബില്ലല്ലേ? വണ്ടീൻ്റെ അങ്ങനെ ആ അതെ അതെ കൊടുക്കണം. കാറുകളാ ഇവന്മാരിപ്പോഴും തിരികെ നമുക്ക് തോന്നുന്നു ഇവരിപ്പം നിൽക്കുമെന്ന്. നിൽക്കത്തേ ഇല്ല. ആ നമുക്ക് വെറുതെ നോക്കിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര വിലയാണല്ലോ എടാ. അത് ഇതൊക്കെ പുതിയ ഇത് എത്ര? 10 കിലോമീറ്റർ മാനുവൽ, 10 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി, പുതിയ വണ്ടിയാണ്. ആ അതാണ് ഞാൻ വിചാരിച്ച പഴയ വണ്ടിയാണ് കേട്ടാ. ഇതാണോ വണ്ടി? ഇതാണോ? ഇത് വെള്ളയല്ലല്ലോ. പോടാ. ഇതിപ്പോ ഇതെത്ര പൈസ? നിന്റെ എത്രയായിരുന്നു? വണ്ടി സെയിം ഇതല്ല, കളർ വ്യത്യാസം അല്ലേ? ജീപ്പ് ഒത്തിരി പതിഞ്ഞ വണ്ടിയാ. പക്ഷെ നമ്മൾ കാണുമ്പോ അത്യാവശ്യം വലിപ്പം, പക്ഷെ അടുത്ത് വരുമ്പോ അതെ അതെ അതെ.
VM കേൾക്കുമ്പോ തന്നെ പേടിയാവും. ഇങ്ങനെ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ കൂടിയതല്ലേ കൂടുതലും. ആയോ? എല്ലാം പറയാം, ആഴം നടത്തില്ല, അങ്ങനെ എല്ലാം പറയാം. ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഈ സിനിമയിലെ കാണില്ല, ഇങ്ങനെ അതിനിങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ടിൻ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ 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 It's already the scan key. Yeah. The first one is at the car. Okay. This is the warranty paper. Our and also from the Hyundai. So they give 2 years. So everything except for So the next curing comes in 2009. 2029. Yes. Because it's a new car, it's 4 years. 4 years. Documents with all the details of the car. This is the old one. This is the new one. Okay. Just use a new one. Okay. We gave it extra, but you don't need it. Car pass. It's optional list of the car. And, the pink sheet you received already, but Yes. we give it anyway. So, but normally you don't need it anymore. It's the old one. It's an old one. You don't need it. Oh. Yeah, follow me. പുള്ളിക്ക് കാശ് കൊടുത്ത് കൊണ്ടുവന്നാണ് പറ നമ്മളെ കവറേജ് മാറ്റിക്കാൻ വേണ്ടി തന്നെ ചെയ്യാം. വള്ളിയൊക്കെ തിരിഞ്ഞാണ് അവിടുന്ന് തിരിഞ്ഞാണ് കിടക്കുന്നത്. ഇവിടെ ഉണ്ട്. പിന്നെ വള്ളി തിരിഞ്ഞു പോയി കേട്ടോ. ബ്രാവോ. വള്ളി ഇതാണോ? ഞാൻ ഓർക്കുന്നു വന്ന് വാങ്ങി. ഞാൻ കുമ്മടിക്കുന്നു. രണ്ട് സൈഡിലായിട്ട് നിൽക്കണം, അങ്ങോട്ട് നിൽക്കും. ഫുള്ള് പേര് വേറെ പുള്ളി ചിരിക്കുന്നില്ല. എല്ലാ പ്രാവശ്യം മന്ത്രിയാകുമ്പോഴും ആ ഒരു കസാര ഈ ഷോർട്ട് ആൻസർ ചൂടും മണ്ണോളം അതെ അതെ, ഇതിനില്ല. പേരിന് അക്ഷരത്തെറ്റൊന്നുമില്ല, സ്പെല്ലിംഗ് കറക്റ്റാണ്. നോക്കി ഒട്ടിച്ചു അല്ലേ? സത്യം പറയാ കുര്യ, നീ കഴി നീ മടുക്കും, ഉറപ്പാണ്. എൻ്റെ ജോസിൻ്റെ ഒക്കെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, ഒരു ദിവസം കഴിയില്ല, 2 ദിവസം കഴിയില്ല, കുഴപ്പമൊന്നുമില്ല, പൊടി അറിയത്തില്ല. Yeah, he would like to hand over the key. You need to take a photo. Is that okay? Yeah. I think you can. If you don't mind. Yeah, please. Yeah. Can I take a picture? little middle. Yeah, correct. Okay. Okay. Thank you. Ja, jag tror att jag tog det även inte. Already an accident. Yeah.
ഹിന്ദു കിടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചേ പുള്ളി റിവേഴ്സ് എടുത്ത് പോവാ വഴിയിലേക്ക്. അല്ല ഞാൻ നോക്കി വഴിയിലേക്ക് reverse. ഒരു തെളിവുണ്ടോ? വീഡിയോ ഉണ്ടോ? വാ 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 ശരി അപ്പോ പറ്റുന്ന ആംഗിളൊക്കെ എടുത്ത് റെക്കോർഡ് ബട്ടൺ ഞെക്കിയാന്ന് തോന്നുന്നു. എന്താ? അല്ലേ എടുത്ത് മാറുന്നോ? അതാണ് എടുത്ത് നോക്കുമ്പോ